ഇടുക്കിയിൽ കനത്ത മഴ തുടരുന്നു. വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു. ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു. വിശദമായ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത്. ഇടുക്കി ജില്ലയിൽ കാറ്റിലും മഴയിലും വ്യാപക നാശം. പ്രധാന പാതകളിൽ പലയിടത്തും മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. കനത്ത മഴ തുടർന്ന് മലങ്കര, കല്ലാർകൂട്ടി, പാംബ്ല, കല്ലാർ ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു. മലങ്കര ഡാമിൻ്റെ 6 ഷട്ടറുകളും കല്ലാർകൂട്ടി ഡാമിൻ്റെ 4 ഷട്ടറുകളും തുറന്നു. പെരിയാർ, മുതിരപ്പുഴയാർ, തൊടുപുഴയാർ, മൂവാറ്റുപുഴയാർ, കല്ലാർ തുടങ്ങിയ നദികളുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊച്ചി ധനുഷ്കടി ദേശീയപാതയിലും കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിലും മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാത പീരുമേട് പത്തായിക്കൊക്കയ്ക്ക് സമീപം റോഡിൻ്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെയാണ് റോഡ് ഇടിഞ്ഞത്. മഴ വീണ്ടും ശക്തമായാൽ കൂടുതൽ ഭാഗം ഇടിയാനുള്ള സാധ്യത കണക്കിലെടുത്ത് വാഹനങ്ങൾ നിയന്ത്രണങ്ങളോടെയാണ് കടത്തിവിടുന്നത്. മൂന്നാർ മറയൂർ റോഡിലും മണ്ണിടിഞ്ഞു. രാജാക്കാട് മയിലാടുംപാറ റൂട്ടിൽ വട്ടക്കണ്ണിപ്പാറയ്ക്ക് സമീപം മണ്ണിടിച്ചിലുണ്ടായി. നേര്യമംഗലം കാഞ്ഞിരവേലിയിൽ വെട്ടിപ്ലാവിൽ അനീഷിൻ്റെ വീട് കാറ്റിലും മഴയിലും പൂർണ്ണമായും തകർന്നു. ഇടുക്കിയിൽ പലയിടങ്ങളിലും വീടുകൾക്ക് മുകളിലേക്ക് മരം വീണും മറ്റും വ്യാപക നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. മണിക്കൂറുകളായി പല മേഖലകളിലും വൈദ്യുതി ബന്ധവും വിച്ഛേദിക്കപ്പെട്ട നിലയിലാണ്. മൂന്നാർ മേഖലയിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഇവിടെ കരുതൽ നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. മൂന്നാർ അന്തോണിയാർ കോളനിയിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ ഇവിടെയുള്ള കുടുംബങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുമെന്നും റവന്യൂ അധികൃതർ അറിയിച്ചു. അപകട സാധ്യത കണക്കിലെടുത്ത് ലോക്കാട് ഗ്യാപ്പ് റോഡ് അടക്കൽ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. വിനോദസഞ്ചാരത്തിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. പാതയോരങ്ങളിലെ വെള്ളച്ചാട്ടങ്ങളിലും മറ്റും സഞ്ചാരികൾ ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. കനത്ത മഴ തുടരുന്നതിനാൽ മലയോര മേഖലകളിലേക്കുള്ള യാത്രക്കും ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തി. കൂടുതൽ വാർത്തകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത്.